അപ്പോൾ ഗൈസ് പടം ഒഫീഷ്യലി പോസ്റ്റ്പോണ്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹേറ്റേഴ്സ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അർമാദിക്കുകയാണ്. ഫാൻസിനിട്ട് നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട്. കൊട്ടുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ അണ്ണന്റെ പടം പറഞ്ഞ ടൈമിൽ പറഞ്ഞ ഡേറ്റിൽ റിലീസാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തായി, എന്തൊക്കെ ബഹളമായിരുന്നു, പുകിലായിരുന്നു, പ്രീ സെയിൽസ് റെക്കോർഡ്, മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞാണ് ഇവന്മാർ ഫാൻസിനിട്ട് കൊട്ടുന്നത്. അപ്പോൾ ഈ കൊട്ടുന്ന ഇവന്മാർക്ക് അറിയത്തില്ല കൊട്ടുകൊള്ളുന്ന തളപതി ഫാൻസ്, ഞാൻ അടക്കമുള്ള തളപതി ഫാൻസ് ആരാണെന്ന് ഇവന്മാർക്ക് അറിയത്തില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ ഷോ ലാലേട്ടന് ശേഷം നടത്തുന്നത് തളപതി ഫാൻസാണ്. അപ്പോൾ ആ ഫാൻ ഷോസ് അത്രയും നടത്തി അത്രയും ടിക്കറ്റും വിറ്റടിച്ചതിന് ശേഷം തിയേറ്ററിന്റെ വാതിക്ക് വെളുപ്പാങ്കാലത്ത് പടം റിലീസാകത്തില്ലെന്ന് ഒരുറപ്പുമില്ല നെഞ്ചും വിരിച്ച് അണ്ണന്റെ കൂട്ടത്തിൽ നിന്നിട്ടുള്ള പിള്ളേരാണ് അണ്ണന്റെ ഫാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും പുത്തരിയല്ല മക്കളെ, ഇതൊന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റത്തില്ല, പേടിയാകത്തുമില്ല. കാവലൻ ടൈം തൊട്ടേ തുടങ്ങിയ പ്രശ്നമാണ്. തുപ്പാക്കിക്കുണ്ടായിരുന്നു, കത്തിക്കുണ്ടായിരുന്നു, മെർസലിനുണ്ടായിരുന്നു, മാസ്റ്ററിനുണ്ടായിരുന്നു, ബീസ്റ്റിനുണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് പുള്ളിയുടെ സിനിമകൾ റിലീസാകുന്നത് ഞങ്ങൾക്കും പുത്തരിയല്ല. ഞങ്ങളുടെ രോമത്തിൽ പോലും ഇത് ഏക്കല്ല, ഫാൻസിന്റെ രോമത്തിൽ, പിന്നെയാണ് പുള്ളിയുടെ രോമത്തിൽ. പുള്ളിനെ തൊട്ടാൻ പറ്റിയില്ല ഇതൊന്നും വെച്ച്. ഇതുകൊണ്ട് ജനനായകം എന്ന് പറയുന്ന സിനിമയ്ക്ക് പോസിറ്റീവ്സ് മാത്രമേ സംഭവിക്കത്തുള്ളൂ. പിന്നെ ഈ ക്ലാഷ് ഇൻഡയറക്ട്ലി തൂക്കിയേക്കുന്നതും ജനനായകനും തളപതി വിജയും തന്നെയാണ്. അതാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം. ഈ സിനിമയ്ക്ക് ഹൈപ്പില്ല എന്നുള്ള പരാതി ഫാൻസിൻ്റെ ഇടയിൽ നിന്നും മറ്റുള്ള ന്യൂട്രൽസിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് മാറി കിട്ടിയിട്ടുണ്ട്. ലോക്കൽ ചാനൽ മുതൽ നാഷണൽ ചാനൽ വരെ എങ്ങനെ എത്തണം ആ രീതിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അതിന് പങ്ക് വഹിച്ച വിജയ് എന്ന പൊളിറ്റീഷ്യന് എതിരെ നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടും രാഷ്ട്രീയ നേതാക്കളോടും പെരുത്ത് നന്ദിയുണ്ട്. ആ നന്ദി ഇവിടെ രേഖപ്പെടുത്തുവാണ്. ഭഗവന്ത് കേസരിനെ മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ട് തെറ്റിപ്പോയി. ഭഗവന്ത് കേസരിനെ മുന്നിൽ കയ്യിൽ നിന്ന് പോയണല്ല. ഭഗവന്ത് കേസരിനെ മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ട് കിട്ടി. പുറകിൽ നല്ല അടാറ് പണിയാണ് പണി വെച്ചേക്കണം എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അത് പടം റിലീസായതിനു ശേഷം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് വന്ന് മൊത്തത്തിൽ കൂട്ടിയിട്ടൊരു കത്തിക്കലുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അണ്ണൻ തുപ്പാക്കി കൊടുത്ത ആ പയ്യനെ വെച്ച് തന്നെ അണ്ണന്റെ നെഞ്ചത്ത് പടക്കം പൊട്ടിക്കാന്ന് വിചാരിച്ചിരുന്ന ആ സുന്ദര സുലഭിത സ്വപ്നവുമായിട്ട് നടന്നിരുന്ന റെഡ് ഷൈൻ മൂവീസ് അഥവാ DMK അവരോട് ഒന്നേ പറയാനുള്ളൂ: ഇന്ത്യയിലെ സോക്കാൾഡ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള പ്രഭാസിനെ കുറച്ച് ദിവസമായിട്ട് പ്രീ സെയിൽസിലൂടെ മുട്ടയിൽ ഇങ്ങനെ എഴുതിച്ചിട്ടിരിക്കുകയാണ്. ആ മനുഷ്യനോടാണ് കളിക്കാനായിട്ട് കളിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ തവിട്ട് പൊടിയായതിന് ഒരു സംശയമില്ല. ഇവിടെ നടക്കാനിരുന്നത് വെറും ക്ലാഷ് അല്ല, രണ്ട് സിനിമകൾ തമ്മിലുള്ള ക്ലാഷ് അല്ല, രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിലുള്ള DMK വേഴ്സസ് TVK ഫസ്റ്റ് പൊളിറ്റിക്കൽ വാറായിരുന്നു മിസ്സായി പോയത്. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തിരുന്ന സബ്ജക്റ്റോ പരാശക്തി, തമിഴന്മാരെ ഓർഗസം കൊള്ളിക്കാൻ, പച്ച തമിഴന്മാരെ ഓർഗസം കൊള്ളിക്കാൻ ഇതിനേക്കാൾ പറ്റിയൊരു സബ്ജക്റ്റ് വേറെ ഇല്ല. ഹിന്ദി ഇമ്പോസിഷൻ, തമിഴ് വേഴ്സസ് ഹിന്ദി തിരിയാതെ പോടാ, എല്ലാ സംഭവം അതിനകത്തുണ്ട്. എന്തായാലും സംഭവമൊക്കെ പ്ലാനിങ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ നിങ്ങൾ തന്നെ പണി വെച്ചത് കൊണ്ടാണോ അതേ ഇനി സെൻട്രൽ ഗവൺമെൻറ് പണി വെച്ചാണോ ആര് പണി വെച്ചിട്ടാണെങ്കിലും ഇപ്പം ആ ഒരു ക്ലാഷ് നടക്കാത്തതിൽ എനിക്കും അതീവ ദുഃഖമുണ്ട്. പിന്നെ ഇതൊന്നും കണ്ട് തളപതി ഫാൻസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പേടിക്കാൻ പോകുന്നില്ല. വി ഡോണ്ട് കെയർ, ബാലയ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ വി ഡോണ്ട് കെയർ, അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മുടെ സബ്ജക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്ക് അതിലേക്കൊന്ന് പോയാലോ. ഈ ക്ലാഷ് വിന്നർ തളപതി തന്നെയാണ്, നമുക്ക് അതൊന്ന് പ്രൂവ് ചെയ്യാം. സോ ഹലോ സിനിഫൈൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. അപ്പോൾ ഇന്നലെ വരെയുള്ള ഈ രണ്ട് സിനിമകളുടെ പ്രീ സെയിൽസ് കമ്പയർ ചെയ്യുന്ന തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പരാശക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണെങ്കിലും ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം. ജനനായകം വെച്ച് തളപതി ഏകദേശം 50 കോടി പ്രീ സെയിൽസ് ആയപ്പോഴത്തേക്കും ഇവിടെ 5 കോടി അടിക്കാൻ മൊക്കുമായിരുന്നു ഇന്നലെ വരെ. ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടേക്കാം. ബുക്ക് മൈ ഷോ വഴി കഴിഞ്ഞ മിനിങ്ങാന്നെന്തോ പോയതാണ് 24 hours. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പരാശക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാവമാണ് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളത്. എങ്കിലും ഒരു പാർട്ടി തുടങ്ങി ആ പാർട്ടിയുടെ ലെവലിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് കൂടെയുള്ളവരെയൊക്കെ ജയിപ്പിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കി മുഖ്യമന്ത്രി ആകുക എന്ന് പറയുന്ന ഒരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നു തളപതി വിജയനെ സംബന്ധിച്ച്. DMK എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒരു പാർട്ടി അവിടെ ഭരിക്കുന്ന സ്ഥിതിക്ക് ഇതിപ്പോൾ സംഭവിച്ചേക്കുന്നത് ഈ ഇഷ്യൂ ഒക്കെ കൂടി ഊതി പെരുക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവന്മാർ തന്നെ വീട്ടിൽ പോയി അങ്ങേരെ വിളിച്ചുകൊണ്ട് വന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുമോ എന്നാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം. ഈ മുഖം കാണാൻ ആരെങ്കിലും ടിക്കറ്റ് എടുക്കുമോ എന്ന് ചോദിച്ചവരെ കൊണ്ട് ഹീസ് ദ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് പറയിപ്പിച്ച മുതലാണ്. അപ്പം അങ്ങനെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചൊറിഞ്ഞ് പുള്ളിനെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി ആക്കരുത്. ആ പരിപാടിക്ക് എന്തായാലും തിരികൊളുത്തി തുടക്കം ഇട്ടിട്ടുണ്ട്. ഒരു ബാലയ പടം എന്ന റീമേക്ക് ആ പരാമർശനം നിൽക്കുമ്പോഴാണ് ജനനായകൻ ഈ തൂക്ക് പ്രീ സെയിൽസിൽ തൂക്കിയത്. ഇനി ഒരു റിലീസ് ഡേറ്റ് അതിന് കിട്ടി, അത് വന്ന് റിലീസാകുന്ന ദിവസം സോളോ റിലീസും കൂടി ആണെങ്കിൽ ഈ ക്ലാഷിൻ്റെ ഇടയ്ക്ക്, ഈ പൊങ്കൽ ക്ലാഷിൻ്റെ ഇടയ്ക്ക് വലിയ രീതിയിലുള്ള ഓളം ഉണ്ടാക്കിയാലും തളപതിയുടെ കരിയറിലെ ഹയസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ ഒന്നും ഇത് ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ലായിരുന്നു, ലിയോയുടെ കളക്ഷൻ. ഇനി അങ്ങോട്ട് കിട്ടുന്ന റിലീസ് ഡേറ്റിൽ ഇത് തളപതിയുടെ കരിയറിലെ ഹയസ്റ്റ് FD ഓപ്പൺ ചെയ്യും, ഹയസ്റ്റ് ഫൈനലും ഓപ്പൺ ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാര്യം അമ്മാതിരി ഹൈപ്പ് ഇന്ത്യ മുഴുവൻ കയറ്റി തന്നിട്ടുണ്ട്. അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് എന്ന് വന്നാലും വരുന്നവരെ ഓരോ ആരാധകരും ക്ഷമയോടുകൂടി കാത്തിരിക്കും. കാര്യം ഇത് പുത്തരിയായിട്ടുള്ള കാര്യമല്ല. വിജയ് ഫാൻസിനെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവുമില്ല. കൂടുതൽ റെക്കോർഡ്സിലേക്ക് പോകാനായിട്ടുള്ള ഒരു പിന്നോട്ടുള്ള ഒരു വലിവാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്.
നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. പിന്നെ ഒരു ചെറിയ തുപ്പാക്കി കൊടുത്തിട്ടുള്ളൂ. AK-47 ഇപ്പോഴും അങ്ങേരുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് ഓർമ്മ വേണം എല്ലാവർക്കും. ബൈ ബൈ.